ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മേറ്റുമാരെ കൂലിയൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. എല്ലാവരും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞ് തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നു. അപ്പോൾ മേറ്റുമാരെ കൂലിയൊക്കെ നിലവിൽ പല പഞ്ചായത്തിലും നമുക്ക് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ പല ജില്ലകളിലുള്ള പഞ്ചായത്തുകളിലും മേറ്റുമാരെ കൂലിയൊക്കെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ നോക്കിയപ്പോൾ ട്രഷറി സബ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം മിനിമം 7 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം എടുക്കും പാസ്സാവാൻ എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് അറിയിച്ചത്. അത് സാധാരണഗതിയിൽ നമുക്ക് മുന്നത്തെ സ്ഥിതിയാണെങ്കിൽ അന്ന് തന്നെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. 24 മണിക്കൂറിനുള്ളിലൊക്കെ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. പുതിയ സംവിധാനത്തിൽ ഇത് 7 ദിവസത്തോളം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയ നമുക്കുള്ള വിവരം എന്ന് പറഞ്ഞാൽ മിനിമം 7 ദിവസം എടുക്കും. അപ്പോൾ മാക്സിമം എത്ര ദിവസം എടുക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ മിനിമം 7 ദിവസം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇത് റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. FTO സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പൈസ വന്നോ പേയ്മെൻ്റ് ആയോ ക്രെഡിറ്റ് ആയോ അക്കൗണ്ടിൽ എത്തിയോ എന്നുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നോക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പല ജില്ലകളിൽ നിന്നുള്ളൊരു ജില്ലാ റിപ്പോർട്ട് മാത്രമാണ് നോക്കിയത്. പഞ്ചായത്ത് ബേസ് ഒന്നല്ല എടുത്തത്. അപ്പോൾ ജില്ലയിൽ നിന്നുള്ള പല പഞ്ചായത്തിൽ നിന്നുള്ളൊരു നിങ്ങളുടെ ബില്ലൊക്കെ ട്രഷറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രഷറി സബ്മിറ്റ് ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 7 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദിവസം എടുക്കാൻ മതിയാവും. നമുക്കേതായാലും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ കറക്റ്റ് എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ലാസ്റ്റ് അപ്ഡേഷൻ. അപ്പോൾ നമ്മൾ വീടിൻ്റെ താഴെ നിങ്ങൾ 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ആർക്കും കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിലവിൽ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഞാൻ 2-3 ദിവസം കൊണ്ട് പറഞ്ഞു തരും. എത്ര ദിവസം കൊണ്ടാണ് ബില്ല് പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആദ്യമായി ആഗ്രഹിക്കുന്നു. ഇതാണ് ലാസ്റ്റായിട്ട് എനിക്കൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമാണ്. മേറ്റുമാരെ കൂലിയൊക്കെ ഇപ്പോൾ പല ജില്ലകളിലുള്ളൊരു ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്തു നമുക്ക് ആ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പം അത് മിനിമം എന്നാണ് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് പാസ്സാക്കിയത് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ 7 ദിവസമൊക്കെ കഴിയുമെന്നാണ് പറയുന്നത്. നിലവിൽ എന്താ പറയുക, ഒരു നമുക്കറിയുന്ന ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് ഇപ്പം ഒരു 7 ദിവസത്തിൻ്റെ അടുത്തായി, എന്നിട്ട് ഇതുവരെയായിട്ടും പാസ്സായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പാസ്സായി അവരെ അറിയിച്ചാൽ അതിൻ്റെ ബേസിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ന ബില്ല് ഇത്രാം തീയതി പാസ്സാക്കിയ ബില്ല് ഇത്ര ദിവസം കൊണ്ടാണ് പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തായാലും 7 ദിവസം കഴിഞ്ഞാൽ പാസ്സാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം 7 ദിവസം എന്ന് പറയുമ്പോൾ നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ടാവും. അങ്ങനെ ആവുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോൻ്റെ താഴത്ത് വേറെ കുറേ കമൻറ്റ് കണ്ടു. മേറ്റുമാരുടെ മസ്റ്റോൾ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് നിലവിൽ എന്താ പറയുക, കേരളത്തിലുള്ള 90% പഞ്ചായത്തുകളിലും മേറ്റുമാരുടെ വേതനത്തിൻ്റെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലെവലിൽ നിന്ന് സോൾവ് ചെയ്ത് തന്നാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിലവിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാപ്പിംഗ് ചെയ്യാതെ നിങ്ങൾ NMS ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പിംഗ് നടത്താത്ത ഒരു 1-2 മാസം, ഏകദേശം 1-2 മാസത്തെ മസ്റ്റോളുകൾക്കാണ് ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുന്നത്. 1-2 മാസം എന്നല്ല, എന്തായാലും 1 മാസത്തോളമുള്ള മസ്റ്റോളുകൾക്കാണ് ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുന്നത്. അത് 90% പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് എനിക്ക് അറിയുന്നത്. എല്ലാ മസ്റ്റോളുകൾക്കൊന്നും ഉണ്ടാവില്ല. എല്ലാ പഞ്ചായത്തുകളിലും ചിലപ്പോൾ 1-2 മസ്റ്റോളുകൾക്കൊക്കെ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് സ്റ്റേറ്റ് ലെവലിൽ നിന്ന് സോൾവ് ചെയ്ത് തരണം, ഓരോ ഓപ്പൺ ആക്കി തരണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മസ്റ്റോളിൽ പൈസ ലഭിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഏതായാലും ഫണ്ട് വരുന്നതിൽ അങ്ങനത്തെ പൈസകളൊന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉള്ളത് ലഭിക്കാൻ സാധ്യത കുറവാണ്. അപ്പം നിലവിൽ അങ്ങനത്തെ ഇഷ്യൂ സോൾവ് ചെയ്ത് തന്നാൽ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് ഇഷ്യൂ പരിഹരിച്ച് തന്നാൽ മാത്രമേ അത് മസ്റ്റോൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് FTO ആക്കി പൈസ തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ FTO ആക്കിയ ഫണ്ട് മാത്രമേ ഇപ്പോൾ റിലീസ് ആക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ടൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാവും. എന്നിരുന്നാൽ പോലും അത് പരിഹരിച്ച് നിങ്ങൾക്ക് വേജസൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
അപ്പോൾ അത് സംബന്ധിച്ച് ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇഷ്യൂ പരിഹരിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതായിരിക്കും അതിൻ്റെയൊക്കെ. അപ്പം അത് സോൾവ് ചെയ്യുമെന്നാണ് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഇഷ്യൂ പരിഹരിക്കുക. ഇനി ഇപ്പോൾ ജനുവരിയായി ഫെബ്രുവരി മാർച്ച് 2 മാസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ അതിൻ്റെ വേതനം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ആക്കിയിട്ട് ഇഷ്യൂ പരിഹരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. പിന്നെ NMS ആപ്പൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇപ്പോഴും അറ്റൻഡൻസ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പല ഫോട്ടോസിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോസിൽ ഒരാളെ കുറവ്, രാവിലത്തെ ഫോട്ടോസിൽ ആൾക്കാർ റെഡിയാണ് എന്നുള്ള നിലക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം പറയുന്നത് ഇപ്പം വർക്കിംഗ് മാറ്റ് ടൈം നിൽക്കുക. അപ്പോൾ അവർ തൊഴിലിനിറങ്ങുമ്പോൾ വേറെ ഏതെങ്കിലും മാറ്റിൻ്റെ മാസ്റ്ററോൾ ഫില്ല് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടായിരിക്കും ഫോട്ടോ എടുപ്പിക്കുക. അപ്പോൾ അവർക്ക് പറ്റുന്ന ഇഷ്യൂസ് ആണെന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഇത് എല്ലാവരും മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് NMS ആപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എല്ലാവരും ഇതൊക്കെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക പണിയെടുക്കാണ്ട് കൂലി വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ NMS ആപ്പ് നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്താൽ പിന്നെ എഡിറ്റിങ്ങും മറ്റും ഒന്നും ഓപ്ഷൻ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ സേവ് ബാക്ക് അടിച്ചിട്ട് എടുക്കാൻ പോലും ആവുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് നമുക്കൊന്ന് അറിയിച്ച് തരിക നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾ ആരെക്കൊണ്ടോ ഫോട്ടോ എടുപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവരോട് പറയുക എല്ലാവരെയും കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കിട്ടിയതിന് ശേഷം മാത്രം സേവ് അടിക്കുക എന്നുള്ള കാര്യം പറയാം. പിന്നെ നിങ്ങൾ NMS ആപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പിന്നെ മാറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ മാറ്റിൻ്റെ മാപ്പിംഗ് കഴിഞ്ഞ മസ്റ്റോളുകൾ നിലവിൽ ഒരാഴ്ചത്തേക്കാണ് അടിക്കുന്നതെങ്കിൽ ഒരാഴ്ച കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ മാറ്റ് മാപ്പിംഗ് ചെയ്തതിന് ശേഷം മാത്രം NMS ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ചെയ്യാത്ത പഞ്ചായത്തുകളുണ്ട് അവരോട് പറയുക നിങ്ങൾക്ക് നിലവിൽ മാറ്റ് മാപ്പിംഗ് ചെയ്യാത്തത് കൊണ്ടാണ്, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി തരാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അൺസ്കിൽഡ് വേജസ് ഒക്കെയാണ്. അൺസ്കിൽഡ് വേജസ് ഇപ്പോൾ നിലവിൽ കേന്ദ്രം നൽകിയ തുക എന്താ പറയുക നമുക്കെല്ലാവർക്കും നൽകുന്നതിന് തുക അപര്യാപ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ കേന്ദ്രം നൽകുന്ന മുറക്ക് എല്ലാ എന്താ പറയുക കൂലിയൊക്കെ റിലീസാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 3 മാസത്തോളമുള്ള കൂലിയാണ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി ഇതുവരെയുള്ള കൂലിയാണ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വരും ആയിരിക്കും. ഇപ്പോൾ 50 ലക്ഷത്തോളം കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഉത്തരവ് കണ്ടിരുന്നു. അപ്പം അത് എന്താ പറയുക മൊത്തം പഞ്ചായത്തിൽ റിലീസാക്കുമ്പോൾ ചെറിയ തുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പോലും സാധിക്കാതെ വരും. 1-2 ആഴ്ച മാക്സിമം കൂടിപ്പോയാൽ അതിനൊക്കെ റിലീസാക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം ഈ അടുത്ത് എന്തായാലും റിലീസ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരുന്നാലും തൊഴിലാളികൾക്ക് ഇപ്പോൾ മാറ്റുമാരെ കൂലി വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം മാറ്റുമാർ പലരും നമ്മളെ കമൻറ്റിൻ്റെ താഴെ കുറേ നിങ്ങൾ മാറ്റുമാരെ കാര്യം പറയാണ്ട് തൊഴിലാളികളുടെ കാര്യം പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികളുടെ കൂലിൻ്റെ 90% ഫണ്ടും കേന്ദ്രമാണ് നൽകുന്നത്. ഇപ്പം നിലവിൽ നൽകുന്നത് കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നാൽ മാത്രമേ കേരളത്തിന് തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിലവിൽ നൽകിയ തുകൻ്റെ ഓർഡർ നമ്മൾ ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ള ആ ഓർഡർ പ്രകാരം നോക്കുമ്പോൾ ആ തുക കുറവാണ് കേന്ദ്രം നൽകിയത്. അതുകൊണ്ടാണ് റിലീസാക്കാത്തതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഓർഡർ നോക്കിയിട്ടുണ്ട്. ഇനി അതിൽ ലിസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഫണ്ടുകൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ നിലവിൽ ആ ഉത്തരവുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് നൽകിയ തുക കുറവാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറഞ്ഞ ഇത്ര ദിവസത്തേക്ക് റിലീസാക്കാനായാലല്ലേ എല്ലാ പഞ്ചായത്തുകൾക്കും വരിക. അപ്പം ST ഫണ്ടൊക്കെ എല്ലാ പഞ്ചായത്തിനും നിലവിൽ റിലീസാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫണ്ട് ട്രൈബൽ പ്ലസ് ഫണ്ടൊക്കെ റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികളെ കൂലി ഇനി കേന്ദ്രം എല്ലാ സ്റ്റേറ്റിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ സ്റ്റേറ്റിന് എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിനും ലഭിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഭിച്ചാൽ ഉടനെ തന്നെ കേന്ദ്രം റിലീസാക്കട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, താങ്ക് യു.